ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ്. ഗ്രാനിയുടെ മൾട്ടിപ്ലെയർ ആണ്, പക്ഷെ ഇപ്പോൾ ആരും കളിക്കാനില്ല. അപ്പോൾ നമ്മളിന്ന് ഒറ്റക്കായിട്ട് കളിച്ച് ഒറ്റയ്ക്ക് തന്നെ ജയിക്കാൻ പോകണേ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ കുറവുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും സമയങ്ങളാണ്, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മൾ ഗെയിമിൽ കയറിയിട്ടുണ്ട്. ഇന്നത്തെ ഡേ 1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഡേ 3 രക്ഷപ്പെടാൻ നോക്കാം. ഞാനിത് ഇനി കളിച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില സമയത്ത് ഇത് മാറണുണ്ട്. നമുക്കിപ്പോൾ വെപ്പൺ കിട്ടി, നമുക്കിനി ഒരു കാര്യം ചെയ്യാം, അടുത്ത് ഗ്രാനീനെ കൊല്ലാം, എന്നിട്ട് നമുക്ക് സാധനങ്ങൾ അന്വേഷിക്കാൻ പോകാം. എന്ത് പറയുന്നത്, അതിന് ഇതൊക്കെ ഒന്ന് നോക്കിയേക്കാം. എന്തെങ്കിലും കിട്ടിയാലോ, ദൈവഭാഗ്യം കൊണ്ട് എന്തെങ്കിലും കിട്ടിയാലോ. ഇതിനോട് ചിലപ്പോൾ ഷോർട്ട് ഗണ്ണിൻ്റെ അതുണ്ടാവും. ഷോർട്ട് ഗൺ അതുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. ഇത് തീർന്നാലും നമുക്ക് ഷോർട്ട് ഗൺ വെച്ച് ഗ്രാനീനെ കൊല്ലാം. ആ ഗ്രാനീനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് നേരെ കൊണ്ട് അവിടെ കൊണ്ട് വെക്കാം. എങ്ങനെയെങ്കിലും ഷോർട്ട് ഗൺ ഉണ്ടാക്കിയാൽ നമുക്ക് ആ സ്പൈഡറിനെ അവിടെ പോയിട്ട് മറ്റേത് ചെയ്യാൻ പറ്റുള്ളൂ. സ്പൈഡറിനെ എന്നെടുത്താൽ നമുക്ക് മറ്റേ റസ്റ്റ് ചെയ്യുന്നത് കിട്ടുള്ളൂ. നമ്മൾ ഇന്ന് ഡോർ എസ്കേപ്പ് ചെയ്യണത്. ഇനി നിങ്ങൾ കമൻറ്റ് ഇട്ട് നമ്മൾ വേറെയും ടൈപ്പ് ചെയ്യും. നമുക്കിതുകൊണ്ട് നേരെ എന്തായാലും ഇപ്പോൾ ഇതവിടെ കൊണ്ട് വെക്കാം. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് മിന്നി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ കാറിൻ്റെ ഡോറെന്ന് പറഞ്ഞ് നോക്കട്ടെ. പൊളി, അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും ഷോർട്ട് ഗൺ പീസ്. അത് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരേപോലെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ നമുക്ക് അടുക്കളയിലൊക്കെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഓക്കെ, സ്ക്രൂ ഡ്രൈവറൊക്കെ എടുക്കണം, അതൊക്കെ ഒന്ന് തുറക്കണം. ഇനി ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കോട്ടെ, എന്തെങ്കിലും കിട്ടിയാൽ ഒന്നുമില്ല. മറ്റേ അവിടെ ഫ്രഞ്ച് ഉണ്ട്, വെഡ്ജ് എന്താണ് അതാണ് നമ്മൾ മറ്റേ കിണർ പൊക്കി കയറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. അത് നമുക്ക് എന്തായാലും ആവശ്യം വരും, അതെന്തായാലും എടുക്കുക. ബുക്ക് കിട്ടി, പൊളി. ബുക്കിനെ കൊണ്ട് മറ്റേ ആത്മാവിനെ അങ്ങ് ചെന്നേക്കാം, അതിനെ അങ്ങ് മിന്നിച്ചേക്കാം അല്ലേ. ആത്മാവിനെ കൊല്ലണം എങ്ങനെ. വേറൊരു വയറുണ്ട്, ആ വയറും കൂടി കൊന്നേക്കാം നമുക്കിപ്പോൾ. അത്രോട് തീർന്നു. ഓക്കെ, ആ ബുക്കോട്ടേക്ക് വെച്ചിട്ട് ആത്മാവിനെ കൊല്ലണം. അപ്പോൾ നമുക്ക് സ്പൈഡർ കിട്ടി, നമുക്ക് സ്പൈഡറിന് അങ്ങോട്ടുള്ള വഴി ഓപ്പണം. ഇവിടെ എന്തെങ്കിലും ഉണ്ടാകും നോക്കട്ടെ. വലിയ വ്യത്യാസമൊന്നുമില്ല ഗൈസ്, പക്ഷേ തോക്കിൻ്റെ പീസൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അത് പക്ഷേ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എവിടെ എന്തെങ്കിലും ഉണ്ടാകും നോക്കിയിട്ട് നമുക്ക് ആ ബുക്ക് കൊണ്ട് എവിടെ ആത്മാവിനെ കൊല്ലാൻ വെക്കാം. അപ്പോൾ കുറച്ചിനുള്ളിൽ കൊന്ന് നമുക്ക് ആ താക്കോല് കിട്ടും. അതിന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അന്വേഷിച്ചെടുക്കാനുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ആ ഡോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സെറ്റ്. കിടപ്പുണ്ട്, ചക്കപ്പോത്ത് കിടക്കുന്ന പോലെ കിടക്കണം. റിമോട്ട് കൺട്രോൾ കിട്ടി. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ പോയിട്ട് അങ്ങ് അത് വെച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതിന് ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ കുറേ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം കയറി വരാൻ പറ്റുള്ളൂ. കാർ ബാറ്ററി ഇട്ടിപ്പോളി, ഇതുകൊണ്ട് വെക്കാം. അയ്യോ ഗ്രാനി, എൻ്റെ പൊന്നോ, എത്ര പെട്ടെന്നാണ് സമയം പോകണമെന്ന് അറിയാൻ പാടില്ല. എൻ്റെ പൊന്നോ, വേഗം പോയ വരെ സമയം. എങ്ങനെയെങ്കിലും ഈ ഗ്രാനിക്ക് വല്ല സ്പീഡൊന്നുമില്ല, പക്ഷേ ചില സമയത്ത് ഭയങ്കര സ്പീഡിലാണ് വന്നത്. നമുക്ക് എന്തെങ്കിലും കൂടി കൊണ്ടുപോയിട്ട് വണ്ടീൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കാം ആദ്യം. ദൈവമേ, വെക്കാൻ പറ്റണേ. വെച്ച്. ഗ്രാനി വരുമോ സംശയമാണ്. ഗ്രാനി ആ ഡോറിനുള്ളിലില്ലേ ഒരു ശബ്ദം ഉണ്ടാക്കി ഗ്രാനി വന്ന് നോക്കും. അപ്പോൾ ഡോർ അങ്ങ് അടച്ചിട്ട് ഗ്രാനീനെ അങ്ങ് പുക ഇട്ടിട്ട് അങ്ങ് കൊല്ലാനൊക്കെ പറ്റും. അത് നമുക്ക് ചെയ്യാൻ എന്തായാലും നമുക്ക് ഗ്രാനീനെ കൊല്ലണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എവിടെയൊക്കെ അന്വേഷിച്ച് നോക്കട്ടെ, എന്തെങ്കിലും കിട്ടുമെന്ന്. ഗൺ പീസ് കിട്ടി. പൊളി. അടിയിലുണ്ടെന്ന് നോക്കണോ? വേണ്ട. അതിലുള്ള എന്താണ് പാഡ്ലോക്ക് ചെയ്യാണ് കഴിച്ചത്. അതുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഡോർ വഴി എസ്കേപ്പ് പോകാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സ്പൈഡറിൻ്റെ അവിടുത്തെ ഡോർ കൂടി എസ്കേപ്പ് പോകാം. അതിന് നമുക്ക് ബേർഡ് സീഡ് വേണം, അതല്ല നമുക്ക് ആ ബേർഡിനെ മാറ്റിയിട്ട് സാധനം എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കോകുവീലുണ്ട്, പിന്നെ പക്ഷേ തോക്ക് റെഡി ആയതുകൊണ്ട് നമുക്ക് അത് ചെയ്യാനും പറ്റില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പയ്യെ പോവാം. ഇവിടെ കൂടി കുഞ്ഞു വേണം, അല്ലെങ്കിൽ ആ സാധനം വീണാൽ ചിലപ്പോൾ ഗ്രാനി ഓടി വരും. ഒന്നാമത് ഈ ഗ്രാനി നമ്മൾ അന്വേഷിച്ച് കിടക്കുന്നതാണ്. ഗ്രാനിക്ക് വട്ടാണ് കഴിച്ച്. അപ്പോൾ നമുക്ക് കാറിന് അങ്ങോട്ട് കൊണ്ട് വെക്കാം സാധനം. അപ്പോൾ നമ്മൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇനി ഒരു കാര്യം ചെയ്യും, ഗ്രാനീനെ കൊല്ലാം. അവിടെ നമുക്ക് സ്പൈഡറിനെ അങ്ങോട്ട് പോയിട്ട് മറ്റേ സാധനം ചെയ്യാനുള്ളതാണ്. ഗ്രാനീനെ കൊല്ലാം. ഫസ്റ്റ് ഗ്രാനീനെ കൊല്ലാം. ഗ്രാനി എവിടെ? ഒരു 5 ഹാൻഡിൽ നമുക്ക് കിണറിന് അങ്ങോട്ട് പോയിട്ട് കിണർ പറഞ്ഞ് ഹാമർ ഇട്ട് വയ്ക്കും. ഹാമർ എടുക്കാം നമുക്ക് ആദ്യം. എന്തെങ്കിലും ഉണ്ട് ഇവിടെ? ഇല്ല. പൊക്കോ. ഓക്കേ. അവിടെ ഒന്നുമില്ല. അവിടെ ചില സമയത്ത് മറ്റേ താക്കോലൊക്കെ ഇരിക്കണതാണ്. ഗൈസ്, നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വള്ളിയിൽ പോയി ചവിട്ടരുത്. ഗ്രാനി ഓടി വരും, പറന്നെത്തും ഗ്രാനി. അതാണ് ഗ്രാനി. തുറക്ക്, വേഗം പോ. വേഗം. റൊട്ടേറ്റ് ഫ്രിഞ്ച്. പിന്നെ എന്താണെന്നറിയില്ല, ഞാൻ കളിക്കണ ഇതിലില്ലേ ലിഫ്റ്റ് വർക്ക് ചെയ്യണില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാരനായിട്ട് ഞാൻ പ്രാവശ്യം കളിച്ചപ്പോൾ അവൻ നിൽക്കുമ്പോൾ ലിഫ്റ്റ് വർക്കായി, ഞാൻ നിൽക്കുമ്പോൾ അത് ലിഫ്റ്റ് വർക്കാവണില്ല. എന്താണെന്നറിയാം, നിങ്ങളൊന്ന് അത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്.
അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഹാമർ എടുത്തൊരു ആവശ്യമുണ്ട്. പക്ഷേ ഗ്രാനിയിൽ കൊല്ലണം കൈസ്. എന്നാലും നമുക്ക് ഇവിടെ ഒരു ഡോർ ഉണ്ടല്ലോ, ആ ഡോറിൽ പോയിട്ട് നമുക്ക് എനിക്ക് കിട്ടുമോ നോക്കാം. എനിക്ക് തോന്നുന്നു മറ്റേ സ്പൈഡറിന് അങ്ങോട്ട് പോകാനുള്ള സാധനം കിട്ടുമെന്ന് തോന്നുന്നു. സ്പൈഡറിന് അങ്ങോട്ട് പോകാൻ കട്ട് ബ്ലാങ്ക് ഒന്നും കൂടി കയറിക്കോ, ഉന്തി മാറ്റി കറക്റ്റേ. അത് തന്നെ, സ്പൈഡറിന് അങ്ങോട്ട് പോകാനുള്ള സാധനം കിട്ടി. സ്പെഷ്യൽ കീ കിട്ടില്ല. ഏത് മൂഡ് പൊളി ഗൈസ്. ഗ്രാനി അപ്പോൾ വരും ഗൈസ്, കാരണം വെച്ചാൽ നമുക്ക് ബ്ലാങ്ക് കട്ട് ചെയ്ത് കളഞ്ഞല്ല, ശബ്ദം കേട്ടപ്പോൾ ഗ്രാനി വരും. ഗ്രാനിയെ കൊല്ലണമെന്ന്. പക്ഷേ ഈ സാധനം കൊണ്ട് അയ്യോ ഗ്രാനിയുടെ എൻ്റെ പൊന്നു എന്ത് പറഞ്ഞ തന്നെ സാധനം. ആ ടെഡീനെ ഗൈസ് നിങ്ങൾക്ക് അറിയൂ, വേറെ ചില ഗെയിമിൽ ഗ്രാനിയിലൊക്കെ ആ ടെഡീനെ കൊണ്ടുപോയിട്ടില്ലേ, ആ പൊക്കത്തെ കട്ട് ബ്ലാങ്ക് ചെയ്തില്ലേ, ഈ ടെഡീനെ അവിടെ കൊണ്ട് ഇട്ടാൽ ഗ്രാനീൻ്റെ ആത്മാവ് ടെഡീന്ന് പൊക്കോളും. അപ്പോൾ നമുക്ക് എത്ര എക്സ്ട്രാ ലൈഫ് കിട്ടും. പക്ഷേ ഈ ഗെയിമിൽ അങ്ങനെ ഇല്ല ഗൈസ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനത് ട്രൈ ചെയ്ത് നടന്നില്ല. ഗ്രാനിയെ കൊല്ലട്ടെടി പോകുന്നു. വേഗം എടുക്ക് പറ്റണല്ലോ എടുക്കാൻ. പറ്റണല്ല, വേഗൂടെ ഇടാവുന്ന ഗൈസ്. പ്രശ്നമുള്ള എടുക്കാൻ പറ്റില്ല. അവനിടുക അടിച്ചോ, ഐശു പണ്ടാരം പിടിക്കാൻ ഗ്രാനി അടിച്ച് ഗൈസ്. ആ സാധനം വന്നിട്ടുണ്ടായില്ല കുറച്ച്. നമ്മൾ കറക്റ്റ് എയിമിൽ തന്നെ വെച്ചാലേ അത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റൂല. എന്ത് കഷ്ടമാണ്. ഡേ 2 ആയി ഗൈസ്. നമുക്ക് ഡേ 3 തന്നെ എസ്കേപ്പ് ആവാൻ നോക്കാം ഗൈസ്. ഓഫ് വേഗം നിനക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഗ്രാനീനെ കൊല്ലാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. അല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോണില്ല. ഗ്രാനിയെ കൊല്ലാണ്ട് ഒന്നും നടക്കാൻ പോണില്ല. ഗ്രാനി ഏറ്റവും എപ്പോഴും വന്ന വഴി എന്ന് പറഞ്ഞാൽ ആ അടിയിൽ നിന്ന് പൊക്കത്തോടെ കയറിയാണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കും, നിങ്ങൾക്ക് ഉപകാരപ്പെടും ഗ്രാനി. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പോയത് ഷോർട്ട് ഗൺ കിട്ടി. ഗ്രാനി ഈ ഡോറിൻ്റെ ഉള്ളിൽ കൂടി വേണം. കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഗ്രാനി അവിടെ കൂടി എപ്പോഴും വരും. ഏത് ഗെയിമിലാണെങ്കിലും ഗ്രാനി അവിടെ കൂടിയാണ് ആദ്യത്തിൽ വേണ്ടത്. പിന്നെ എങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് എന്താ ഷീറ്റ് വേഗം മാറ്റി. മറ്റേ കരടീനെയൊക്കെ കൊല്ലണ സാധനമാണ് ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, സ്പെഷ്യൽ എടുത്ത് അവിടെ കൊണ്ട് സ്പൈഡറിനെ അവിടെ കൊണ്ട് വെക്കാം നമുക്ക് ആദ്യം. വേഗം ഗൈസ്. ഇത് എനിക്ക് തന്നെ വ്ളോഗൊന്നും എനിക്കറിയില്ല, അതായത് ഈ ഗെയിം കളിക്കാൻ അറിയുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഇട്ട് നമുക്ക് വേണ്ടി ഗെയിമിൽ ഈ യൂട്യൂബേഴ്സ് നിങ്ങൾ കണ്ടിട്ടില്ല സൈഡിൽ അവരുടെ റിയാക്ഷനൊക്കെ, അതെനിക്ക് ഇതിൽ വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, നമുക്ക് അടിച്ച് പൊളിക്കാം. അല്ലെ ഗൈസ്, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി, വേറൊന്നും വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ അവിടെ നിന്ന് എടുക്കണമെങ്കിൽ തോക്ക് വെച്ച് പറ്റും, അല്ലെങ്കിൽ ട്രിക്ക് ഉണ്ട്, ഈ ട്രിക്ക് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ തന്നെ സ്ക്രൂ ഡ്രൈവർ അവിടെ നിന്ന് വീണുള്ളൂ. കണ്ട വീണ് അത്രേ ഉള്ളൂ. നിസ്സാരം, ഏത് മൂഡ്. ഇനി ആ സാധനം കൊണ്ട് നമുക്ക് ഒരു സാധനം തുറക്കാനുണ്ട്, അത് വേഗം പോയി തുറക്കാം. അല്ല നമുക്കൊരു കാര്യം ചെയ്യാം, അത് കളക്ട് ചെയ്തിടാം. അത് തന്നെ നമുക്ക് എല്ലാ സാധനവും കളക്ട് ചെയ്തിട്ടിട്ട് നമുക്ക് അവിടെ പോയി എല്ലാം ചെയ്യാണ്ട്. നമുക്കിനി കട്ടിങ് പ്ലെയർ കൊണ്ട് ഇടാനുണ്ട്, ഹാമർ കൊണ്ട് ഇടാനുണ്ട്. കാരണം ഗൈസ് ഇത് ചെയ്യണം എന്തിനാണെന്നറിയോ ഗൈസ്, നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യം വരും നമ്മൾ വീണ്ടും കറങ്ങി നടക്കേണ്ടി വരും, കറങ്ങി നന്നായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഗ്രാനിയെ കൊന്ന നമ്മുടെ സമയം പോകും. അതിന് നല്ലതല്ലാതെ ഈ ഗ്രാനിയെ കൊന്ന സമയത്ത് നമുക്ക് എല്ലാം കൊണ്ട് അവിടെ ഇട്ടാൽ നമുക്ക് ഗ്രാനി പിന്നെ വരൂല്ല. നമുക്ക് സ്വസ്ഥമായിട്ട് തന്നെ വാലടച്ചിട്ട് നമുക്ക് എല്ലാം ചെയ്യാനും പറ്റും. അല്ലേ ഗൈസ്, എന്ത് പറയാൻ. അപ്പോൾ നിങ്ങളിങ്ങനെ കുറച്ച് ബുദ്ധിപരമായി ട്രിക്കായിട്ടൊക്കെ കളിച്ച് നോക്കണം. ഇത് ജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഡേ 3 കൊണ്ട് രക്ഷപ്പെടണമെന്ന് എനിക്കറിയാം. ഡേ 1 ഇതിൻ്റെ രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓവറായിട്ട് ആഗ്രഹിച്ച് നടക്കാനൊന്നും പോണില്ല. ആ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മറ്റേ സാധനം തുറക്കായിരുന്നു. ഇവിടെ നിന്ന് മറ്റേ ഹാമർ എടുക്കുക. ഹാമറോട് ഇരിക്കണം. ഹാമർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ അത് അവിടെ കൊണ്ട് സ്റ്റെയറിൻ്റെ അവിടെ കൊണ്ടിടാം. അവിടെ എന്തിനും ഇല്ല. ആ ടെഡീന ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായില്ല. ആ ടെഡീന പൊക്കത്തോട്ട് ഹാമർ വെച്ച് ബ്ലാങ്കും പൊട്ടിച്ചളഞ്ഞില്ല. ടെഡീന ഒരു താരാട്ടൊക്കെ ചെയ്യണ സ്ഥലമില്ലേ, അത് കൊണ്ടിട്ടാൽ ടെഡീൻ്റെ ആത്മാവ് അവിടെ നിന്ന് പോകും. പക്ഷേ ഈ ഗെയിമിൽ അങ്ങനത്തെ ഒരു ഇതുമില്ല. നമ്മളിപ്പോൾ എല്ലാ സാധനം കൊണ്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഹാമർ എടുക്കാം. എടുത്തിട്ടുണ്ട്. ഹാമർ എടുക്കണില്ല, ഒരു ഹാമർ എടുക്കണ്ട. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. അത് വേറെ സാധനം. അയ്യോ ഗ്രാനി എൻ്റെ പൊന്നോ, അത് കണ്ടില്ല, പണ്ടാരത്തുള്ള കണ്ടിരുന്നെങ്കിൽ ഇപ്പം നമ്മളെ കൊന്നാൻ. അത് മിക്കവാറും പുറകെ വരും. നമുക്കൊരു കാര്യം ചെയ്യാം, സ്റ്റെയർ കേസിന് അടിയിൽ പോയിട്ടേ നമുക്ക് മറ്റേ സാധനം തുറന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്ത് പറയുന്നത് ഗൈസ്. അതല്ലേ നല്ലൊരു മൂഡ്. അതന്നെ അങ്ങോട്ട് പോകും. കൈ വിറക്കണം ഗൈസ്, പേടിയായിട്ട് വൈകി. നേരെ പേടിച്ചു, ഗ്രാനി കണ്ട പേടിച്ചു. കാർക്കി അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് കാറിനല്ല പോകണത്, നമ്മളിതിനാണ് പോകണത്. അപ്പോൾ നമുക്ക് നേരെ പൊക്കത്തോട്ട് പോകാം. ഇനി ഇതുകൊണ്ട് അവിടെ ഇടാം. ഇതുകൊണ്ട് നമുക്ക് അവിടെ ഇടാം. അയ്യോ ഗ്രാനി കൊന്ന്. ഡേ 2 കഴിഞ്ഞ്. എന്ത് കഷ്ടമാണ്. പെട്ടെന്ന് ചാടി മുമ്പിലോട്ട് കയറി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു മാർഗ്ഗം ഉണ്ടായില്ല, അത് ചെയ്യാണ്ട് ഒരു മാർഗ്ഗവും കിട്ടിയില്ല. ഡേ 3 ആയി. നമുക്ക് എങ്ങനെയെങ്കിലും ഡേ 3 രക്ഷപ്പെടാൻ നോക്കണം, അല്ലാണ്ടൊന്നും നടക്കൂല. ഡേ 3 രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും. സ്പൈഡർ കീ മറ്റേ ആത്മാവ് ചത്ത് സ്പൈഡർ കീ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. ഗ്രാനി ഇപ്പോൾ അവിടെ കൂടി വരും. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നേരെ അവിടെ കൊണ്ട് മറ്റേ പരിപാടികളെല്ലാം ചെയ്യാം. എല്ലാം അവിടെ ഇട്. ഇനി ഹാമർ എടുക്ക്. പൊക്കത്തോട്ട് പോകാം. അത് തുറക്ക്.
അതൊന്നും പറഞ്ഞാൽ ഗ്രാനി അത് നമുക്ക് ആവശ്യം വരും, നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ആവശ്യം വരും. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ നമുക്ക് കട്ട് ബ്ലാങ്ക് മുറിച്ചളയാം. ഗ്രാനി വരും, ശബ്ദം കേട്ടുകൊണ്ട് എന്തായാലും ഗ്രാനി വരും, എന്തായാലും നോക്കും ഗ്രാനി എന്തായാലും വരും. ചെറിയൊരു ശബ്ദം മതി ഗ്രാനി വരും. ഞാൻ പറഞ്ഞില്ലേ ഗ്രാനി വരുമെന്ന്, ഗ്രാനി എന്തായാലും വരും. അത്ര ശബ്ദം, അത്ര ചെവിക്ക് മൂർച്ചയുള്ളൊരു സാധനമാണത്. ഇതിനൊക്കെ അടിച്ചോടിക്കണം, ഇതിനെയൊക്കെ അടിച്ചോടിക്കണം നമുക്ക് ഗ്രാൻ ചെയ്ത് പോകുമ്പോൾ. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ, ഇത് ഫുള്ള് പോകാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് പോകണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ ബ്ലാങ്ക് മുറിക്കുമ്പോൾ ശബ്ദം കേട്ട് ഗ്രാൻ ഓടി വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഓടി എന്ന് വെച്ചാൽ നമ്മൾ അടിക്കണം. എനിക്ക് Day 3 രക്ഷപ്പെടണമെന്നാകില്ല. Day 4 പിന്നെ ഫുള്ള് സ്ക്രീൻ മൊത്തം ചുമന്ന ചോര കളറായി, അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ Day 3 നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം. നമുക്ക് ഗ്രാൻ ബ്ലാങ്ക് മുറിച്ചളയാം. ബ്ലാങ്ക് മുറി അയ്യോ എൻ്റെ തലേനെ പൊക്കുമ്പോൾ വന്നിട്ടുണ്ട്. മാറി അത്രേ ഉള്ളൂ. കയറാൻ പറ്റുമോ നോക്കാം. അയ്യോ ദൈവമേ, ഗ്രാനി ഓടിയവനുണ്ട്, ഒളിച്ചിരിക്കുക. ദൈവമേ എന്ത് കഷ്ടമാണല്ലേ, ഗ്രാനീൻ്റെ കൂടെ തോറ്റി. ദൈവമേ കൊന്നാൻ വന്നാ. ഓഫ് ഗൈസ്, ഇങ്ങനെയൊക്കെ അവർ പേടിയാവും ഗൈസ്. ഇത്ര അടുത്തൊക്കെ വരുമ്പോഴേ ഇത് അടിയിലോട്ട് നോക്കാറില്ലെന്ന് തോന്നുന്നത്, നേരെ നോക്കിയിട്ടങ്ങ് പോകുന്നു തോന്നുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. ദൈവമേ ഇപ്പോൾ ഗ്രാനി തിരിഞ്ഞ് നോക്കിയിരുന്നെങ്കിൽ പണി പാളിയാനെ, അതെന്നെ ഒന്ന് കൊന്നാനെ. പൊക്കത്തോടെ പോകാനും വല്ല, പൊക്കത്ത് സ്പൈഡർ ഉണ്ടാവും. ഗ്രാനി വന്നപ്പോൾ നമുക്ക് സ്പൈഡർ അങ്ങോട്ട് തോക്കില്ലാണ്ട് പോകാൻ. ഗ്രാനി ഒന്ന് ഗ്രാനി വേഗം ഒന്ന് നോക്കട്ടെ, വേഗം ഒന്ന് നോക്കട്ടെ. ഗ്രാനി പോണില്ല ഗൈസ്. ഗ്രാനി അവിടെ നിന്ന് വീണ്ടും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണേരുന്നു ഇങ്ങോട്ട് തിരിച്ച്. എന്തെങ്കിലും ഗ്രാനിക്ക് ചെറുതായിട്ട് ബുദ്ധിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ സമയത്തൊക്കെ. ഇപ്പോൾ ഗ്രാനി വീണ്ടും വരും. ഹാമർ അവിടെ ഇട്ടുകൊണ്ട് നമ്മൾ ഹാമർ ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ മുറി പോയിട്ടില്ലേ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ. മിക്കവാറും കട്ടിംഗ് പ്ലെയർ ഇട്ട് വയ്ക്കാം മുറി പോയിട്ട്. എപ്പോൾ ആ മുറി പോകുമ്പോൾ കട്ടിംഗ് പ്ലെയർ മാത്രം കിട്ടണം, വേറെ ഒന്നും കിട്ടാറൊന്നുമില്ല. ഗ്രാനി പിന്നെ മണ്ടനായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഗ്രാനി പോയിട്ട് പോണേണ്. ഗ്രാനിന്ന് വേഗം പോയി നമുക്ക് നോക്കാമായിരുന്നു. വേഗം പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മയില്ലേ ഈ മറ്റേ മുറിച്ച സാധനം കൊണ്ടിട്ട് നമ്മൾ അവിടെ കൊണ്ട് വെക്കുമ്പോഴില്ലേ മറ്റേ സാധനം ഇടിഞ്ഞോളൂ ഞാൻ അടുത്തോട് വിടുമല്ലോ. അപ്പോൾ ഗ്രാനി എന്തെങ്കിലും വീണ്ടും വരും. അപ്പോൾ വീണ്ടും വിളിച്ചിരിക്കാം നമുക്ക് കേട്ടോ. ഇപ്പം ആ തോക്കണ്ടെങ്കിൽ ഗ്രാനി ഇപ്പം അടിച്ചുറക്കിയാണ് ഞാൻ അവനെ അണ്ണാക്കിലിട്ട് അടിച്ചാൽ ഞാൻ. ഗ്രാനി ഇപ്പം എന്തെങ്കിലും പോട്ടെ, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഗ്രാനി പോയി നമുക്ക് മിക്കവാറും കട്ടിംഗ് പ്ലെയർ കിട്ടുള്ളൂ. അത് കണ്ട താരാട്ട് കിടന്ന സാധനം കണ്ട, താരാട്ട് കിടക്കുന്ന സാധനം. അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ടെഡി ബെയറിൻ്റെ ഉള്ളിൽ ഗ്രാനിയുടെ ആത്മാവും. പക്ഷേ ഈ ഗെയിമിൽ അങ്ങനെ പറ്റൂല ഗൈസ്, അതാണ് പ്രശ്നം. ഞാൻ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ പ്ലേസ് ചെയ്യാം ഗൈസ്. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നടക്കും പോയില്ലേ മറ്റേ അത് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് നടക്കുന്ന സ്ഥലമാണ്, അത് ഇടിഞ്ഞു പൊളിയും. അപ്പോൾ ആ ഗ്രാനി എന്തായാലും വീണ്ടും ഒന്നും കൂടി വരും പൊക്കത്തോട്ട്. അപ്പോൾ അതാണ് പ്രശ്നം. ഇപ്പം ഗ്രാനി അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്രാനി ഇപ്പം എന്തായാലും വരും തിരിച്ച് ഉറപ്പായിട്ടും ഗൈസ്. പ്രോമിസ്, ഗ്രാനി എന്തായാലും വരും ഇപ്പോൾ, എനിക്കത് ഉറപ്പാണ്. കാരണം ഇടിഞ്ഞൊളിഞ്ഞ് വീടുകൊണ്ട് ഗ്രാനി എന്തായാലും വരാനുള്ള 100ൽ 99.5% സാധ്യതയുണ്ട്. ഗ്രാനി എന്തായാലും വരും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, ഗ്രാനി വരും. മന്തിലേക്ക് ഞാൻ മീശ അടിക്കാം ഗൈസ്. ഗ്രാനി വരും ഗൈസ്, ഉറപ്പാണ്. ഗ്രാനി എന്തായാലും വരും. ഗ്രാനി കാണാൻ ഗ്രാനിയോട് ഞാൻ പറഞ്ഞില്ല ഗൈസ്, എനിക്കറിയാം. ഞാനൊരു പ്രാവശ്യം കളിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു പ്രാവശ്യം കളിക്കുന്ന മാപ്പ് തന്നെയൊക്കെ എപ്പോഴും. പക്ഷേ ചെറിയ അതെല്ലാം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അതാണ് കുഴപ്പമില്ല ഗൈസ്. ഇവിടെ നിന്ന് ചാടുമ്പോൾ സൂക്ഷിക്കണം. ഗ്രാനി പൊക്കത്തുണ്ടെങ്കിൽ നമ്മളൊന്ന് അടിച്ചിടും അടുക്കളയിലൊന്ന്. നമുക്ക് ഒളിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. നിങ്ങളതൊക്കെ സൂക്ഷിച്ച് വേണം കളിക്കാനായിട്ട്. അപ്പം നമുക്ക് ഗ്രാനി പോയാൽ നോക്കാം നൈസായിട്ട്. ആ പോയി ഭാഗ്യം തിരിഞ്ഞൊക്കെ നോക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാവും ഒളിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പോയിട്ടുണ്ട്. നമുക്കൊരു കാണിച്ച് പൊക്കോ നൈസായിട്ട് നടക്കാം. നടന്ന് പയ്യെ സൂക്ഷിച്ച് നടക്കണം. അതുവരെ ഇടിഞ്ഞപ്പോൾ നമ്മൾ താഴത്ത് ചത്തു പോകും നമ്മൾ. ഇനി നമുക്ക് ക്യാമറ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കയറാം. ഇനി കട്ടിംഗ് പ്ലെയറിന് ആവശ്യമുണ്ട്. കട്ടിംഗ് പ്ലെയർ ഉണ്ടെങ്കിൽ ആ ഫാൻ നമുക്ക് നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ ഒരു വീലുണ്ട്, ആ വീലെടുക്കാൻ പറ്റുള്ളൂ. ആ വീലുണ്ടെങ്കിൽ കാര്യമുള്ളൂ ഗൈസ്, അതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ എല്ലാ സ്ഥലത്ത് തന്നെ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ല, അതുകൊണ്ട് നമുക്ക് കട്ടിംഗ് പ്ലെയർ അതിനുള്ളിട്ട് ശബ്ദം കേൾക്കില്ല. അതിനുള്ളിലാണ് മറ്റേ ടെഡീനെ കൊണ്ടിട്ട് മറ്റേ ടെഡീനെ ആത്മാവ് പോകുന്നത്. പക്ഷേ ഈ ഗെയിമിൽ അങ്ങനെ പറ്റൂല, ഞാൻ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇനി കട്ടിംഗ് പ്ലെയർ വെച്ച് നമുക്ക് ഗ്രാനിയൊന്നുമില്ല, തോക്കൊക്കെ അവിടെ എല്ലാം റെഡി ആയി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു സീനുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമുക്ക് കയറാം. നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, ക്യാമറ പൊട്ടിച്ചളയാണ്ട് കയറരുത്. കാരണം ഡോർ അടഞ്ഞാൽ പിന്നെ ആ ഗെയിം നമുക്ക് പിന്നെ കളിക്കാൻ പറ്റില്ല. നമ്മൾ ചാവത്തുമില്ല, നമ്മൾ അതിനുള്ളിൽ കിടക്കുകയെന്ന് വരും. അതുകൊണ്ടാണ് ഈ സാധനം നമ്മൾ സ്പൈഡറിനെ അങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് പൊളിക്കാൻ നമുക്ക് പറ്റും. ഒരു കാര്യം, ഈ സാധനം നമുക്കില്ല ഇവിടെ ഇടേ. ഇപ്പം ഇവിടെ ഇടണോ നിങ്ങൾ പറ, ഇവിടെ ഇടണോ എന്ന് വെച്ചാൽ വേണ്ട. ഗ്രാനി വേണ്ട ഗ്രേസ്, ഗ്രാനി വേണ്ട, നമുക്ക് കയറി ഇരിക്കാം അവിടെ. എന്നിട്ട് നമുക്ക് ചിന്തിക്കാം ബാക്കി എന്ത് ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ പിന്നെ ഗ്രാനിക്ക് ആ ഡോർ തുറക്കാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഡോർ തുറക്കാൻ പറ്റില്ല. കാരണം ഗ്രാനിക്ക് മറ്റേ വഴി കയറി വരാൻ പറ്റില്ല. നമുക്ക് മാത്രമേ നമുക്കും ആ ഡോറിൽ കൂടി വരണം. ഗ്രാനിയാണ് ആ ഡോറിൽ കൂടി വരുന്നത്. നമുക്ക് മറ്റേ ആ പലക കഷ്ണത്തിൽ വീഴാണ്ടൊക്കെ കയറി പോകണം. ഗ്രാനിക്ക് ആ വഴി കയറി വന്ന ഗ്രാനി തലയും കുത്തി അങ്ങ് വീഴും. അതുകൊണ്ട് ഗ്രാനി പോകണുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ വീല് ഇവിടെ ഇട്ടിട്ടില്ലേ, നമുക്ക് സ്പൈഡർ കീ ഉണ്ടല്ലോ, സ്പൈഡർ കീ നമുക്ക് കാര്യം ചെയ്യാം. ആ വീല് ഇവിടെ ഇടാം, നമുക്ക് ആ വീല് ഇവിടെ ഇട്ടിട്ട് ആ വീല് ഇവിടെ ഇടാം. എന്നിട്ട് സ്പൈഡർ കീ ഉണ്ടല്ലോ, സ്പൈഡർ കീ എടുത്തിട്ട് നമുക്ക് ആ സാധനം തുറന്ന് സ്പൈഡറിനെ അങ്ങോട്ട് പോവാം. ഗ്രാനിയെ കൊന്നിട്ട് പോവാം, തോക്കണ്ടല്ലോ എന്തായാലും, അപ്പോൾ സീനില്ല.
ഗ്രാനി ഉണ്ട് അവിടെ, ഗ്രാനി ഉണ്ട്. ഓഫ്, ഗ്രാനി പോകണില്ല. ഈ ചെറിയ ചെറിയ ശബ്ദം കേൾക്കും. തള്ളേന്തിനാണ് ഓടി വന്നത്. അവിടെ വരെ ഇരിക്കാൻ പാടില്ല. ഗ്രാനി ഒറ്റക്കാട് ബോറടിക്കും. ഇത് അപ്പാപ്പനുണ്ടെങ്കിൽ പൊളിപ്പില്ല, തീർന്ന് അമ്മ. അപ്പാപ്പനെ കൂടെ ഉണ്ടെങ്കിൽ തീർന്ന്. അപ്പോൾ നമുക്ക് ഗ്രാനിച്ച് ബെയർ ട്രാപ്പ് ഇട്ട്, ബെയർ ട്രാപ്പിൻ്റെ ഷോ ഗുണം നമുക്ക് സൈഡിൽ കൂടി പോകാൻ പറ്റില്ല. അത് വീണ ഗ്രാനി പറന്നെത്തുമ്പോൾ ചത്ത് ഡേ 3 കഴിയും. അതുകൊണ്ടാണ് ഗ്രാനി ചെയ്യുക. വീൽ ക്രാങ്കില്ലേ, ബെയർ ട്രാപ്പിൽ കൊണ്ടിടാം. അപ്പോൾ സെറ്റായിരിക്കും. വീട് അത്രേ ഉള്ളൂ. ഗ്രാനി എന്തായാലും ഇപ്പോൾ വരും ഗൈസ്. ഗ്രാനി എന്തായാലും ഇപ്പോൾ തന്നെ വരും, ഉറപ്പാണ്. ഗ്രാനി മിക്കവാറും എന്ത് ചെയ്യുമെന്നറിയോ, ആ മുറിയിനുള്ളിലോട്ട് പോയി മിക്കവാറും നോക്കാനായിട്ട്. കാരണം ആ മുറിയിലോട്ട് കുറേ നേരം പോയിട്ടില്ല ഗ്രാനി എന്തായാലും. അപ്പോൾ മിക്കവാറും ആ മുറിയിനുള്ളിലോട്ട് പോകും ഗൈസ്. അതാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാനി ഇപ്പം മിക്കവാറും പോയി കാണോ, നമുക്ക് നോക്കാം. ഗ്രാനി പോയാ ഒന്ന് എനിക്ക് നോക്കണമെന്നുണ്ട്. പക്ഷെ നമ്മളെ കണ്ട ചിലപ്പോൾ ഇല്ലേ ഓടി വരും ഉടനെ. അപ്പോൾ ഗ്രാനി പോയിട്ടുണ്ട്, പേടിക്കണ്ട. അപ്പോൾ ഭാഗ്യം. അപ്പോൾ നമുക്ക് ഗ്രാനി ചെയ്യാം. ഇനി നമുക്ക് തോക്കെടുത്ത് ഗ്രാനീനെ കൊല്ലാം. എന്നിട്ട് നമുക്ക് സ്പൈഡർ കീ എടുത്ത് ആ ഡോറ് തുറന്നിട്ട് ഇവിടെ നിന്ന് ക്രാങ്ക് എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാം. മിക്കവാറും ഇത് തന്നുകൊണ്ട് എന്തായാലും ക്രാങ്കിൻ്റെ ഉപയോഗം നമുക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഗ്രാനീൻ്റെ കൊല്ലാം ഫസ്റ്റ്. ചാവ്, അത്രേ ഉള്ളൂ ഗൈസ്. ഗ്രാനിനെ അടിച്ചുറക്കിയിട്ടുണ്ട്. നമുക്കൊരു ഗ്രാനി ചെയ്യാം. വീൽ ക്രാങ്ക് എടുക്കാം. വീലവിടെ ഇതിവിടെ ഇട്ടേക്കാം അല്ലേ? അല്ലല്ല ഗൈസ്, നമുക്കൊരു ആവശ്യമുണ്ട്. നമുക്ക് ആ സ്പൈഡറിനെ എടുക്കാം. ചാവ്. അയ്യോ ഗൈസ്, ബുള്ളറ്റ് വെറുതെ വേസ്റ്റായി. ഒരു ബുള്ളറ്റ് തീർന്ന് ഒരു ബുള്ളറ്റും കൂടി. ഈ ബുള്ളറ്റിനൊക്കെ ഭയങ്കര ക്ഷാമമാണ് ഗൈസ്. അവിടെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കളിക്കണം. ഞാൻ ആ ബെഗിളിൽ അറിയേണ്ടി കളിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ സ്പൈഡറിന് ഇങ്ങനെ അല്ലാണ്ട് സ്പൈഡറിനെ മീറ്റ് വെച്ചിട്ടാണ് എനിക്ക് കൊല്ലാം. അതെങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് റെസ്കേ പാഡിലൊക്കെ കിട്ടിയാൽ അതാണ് ആവശ്യം. അത് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളൂ. നമ്മൾ ഇത് ഡോർ എസ്കേപ്പ് ആണ് ഗൈസ് ചെയ്യണത്. ഡോർ എന്ന് പറഞ്ഞാൽ മെയിൻ ഡോറിൽ കൂടെ അല്ല, സ്പൈഡറിൻ്റെ അവിടെ എല്ലാ ഡോറിൽ കൂടെ നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ പോണത്. അതാ കാരണം എനിക്ക് പിന്നെ കാർ എസ്കേപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഗ്രാനിച്ചാം. ഈ കീ എടുത്തിട്ട് നമുക്ക് നമുക്കില്ലേ സ്പൈഡർ കീ കിടക്കുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടിടാം. എന്നിട്ട് സ്പൈഡർ കീ എടുത്തിട്ട് നമുക്ക് ഡോർ തുറന്നിട്ട് വീൽ ക്രാങ്ക് എടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ കിടക്ക് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഡോർ കൊണ്ട് തുറക്കാം. അയ്യോ, ഡോർ തുറക്കാം. വേഗം പോയി ഡോർ തുറക്കാം. ഡോർ തുറക്കട്ടെ. കഴിച്ച് ഡോർ തുറന്ന് ഇനി നമുക്കൊരു ഗ്രാനി ചെയ്യാം. മറ്റേ വീൽ ക്രാങ്ക് ഉണ്ടല്ലോ ബുക്ക്, അത് എടുത്തെടുത്തിട്ട് നമുക്ക് ചാടാം. കാരണം അത് തന്നുകൊണ്ട് എന്തായാലും അതിൻ്റെ ഉപയോഗം ഉണ്ടാവും. ഗ്രാനി ഇപ്പോൾ എഴുന്നേക്കാൻ സമയം ഇട്ടിട്ടുണ്ട്, നമുക്ക് വേഗം പോകാം. അല്ലെങ്കിൽ ഗ്രാനി തള്ള എഴുന്നേരം പിന്നെ അത് നടക്കൂല കഴിച്ച്. അതുകൊണ്ടാണ് ചെയിൻ കട്ടർ ആവശ്യമുള്ള ഒരു ഗ്രാനി ചെയ്യാം. നമുക്ക് അവിടെ പോയിട്ട് ചെയിൻ കട്ടർ അവിടെ കൊണ്ടിട്ട് ഇട്ടിട്ട് ഇതിനെനിക്ക് ആവശ്യം വരും. കാരണം മിക്കവാറും ആവശ്യം വരും സാധനം. ഇത് നമുക്കൊരു ഗ്രാനി ചെയ്യാം. അവിടെ കൊണ്ട് ഇട്ടിട്ടില്ലേ നമുക്ക് മറ്റേ വീൽ ക്രാങ്ക് എടുക്കാൻ വരാം നമുക്ക്. അതെന്താണ് ഫ്രഞ്ച് ആണല്ലേ? വേറെ എഞ്ചിൻ്റെ ആവശ്യമില്ല. അത് കാറിൽ എസ്കേപ്പ് ചെയ്യണവർക്ക് വേറെ എഞ്ചിൻ്റെ ആവശ്യം മതി. അല്ലാത്തവർക്ക് വേറെ എഞ്ചിൻ്റെ ആവശ്യമൊന്നും വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിവിടെ കൊണ്ടിടാം. ആ സ്പൈഡർ ഇപ്പോൾ വരും, എനിക്കറിയാം. ഗ്രേസ് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണമെങ്കിൽ സ്പൈഡർ എന്തായാലും വരും. അപ്പോൾ നമുക്ക് ഈ സാധനം കട്ടിംഗ് പ്ലെയർ ഇവിടെ ഇടാം. ഇനി നമുക്ക് വീണ്ടും മറ്റേ വീൽ ക്രാങ്ക് എടുത്തുകൊണ്ട് വരാം. വീൽ ക്രാങ്ക് ഇവിടെ ഒരു എസ്കേപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീൽ ക്രാങ്ക് എടുക്കാം. വീൽ ക്രാങ്ക് എടുത്തിട്ട് വരാം. വീൽ ക്രാങ്ക് പൊക്കത്താണ്. അപ്പോൾ വീൽ ക്രാങ്ക് എടുത്തിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ വീൽ ക്രാങ്ക് പൊക്കത്താണ്. ഗ്രാനി എന്തായാലും എഴുന്നേറ്റുണ്ടാവും, ഉറപ്പാണ്. ഗ്രാനി അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ പോകണം നമ്മൾ. അല്ലെങ്കിൽ ഗ്രാനി നമ്മളെ കാര്യം ചെയ്ത് നമുക്ക് മയക്കുമരുന്ന് വെച്ച് ഗ്രാനിയെ ബോധം കിട്ടുന്നത്. ഇപ്പം എന്തായാലും ഇത് കിട്ടിയാൽ മതി. ദൈവഭാഗ്യം കൊണ്ട് കിട്ടി. നമുക്കൊരു കാര്യം ചെയ്യാം. ഗ്രാനിയെ നമുക്കൊരു കാര്യം ചെയ്യും, ഇങ്ങനെ കൊല്ലാം. ഗ്രാനീനെ കൊന്നിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണം നമുക്ക് എടുക്കാമല്ലോ എന്തായാലും. ഇത് വേഗം പോകും. വേഗം ഗ്രാനി വന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. വേഗം പോവാം. പടാന്ന് പറയാൻ നമുക്ക് പോവാം. വേഗം പോവാം. ഒന്നും നോക്കാൻ നിൽക്കണ്ട, തിരിഞ്ഞൊന്നും നോക്കണ്ട. വേഗം പോവാം. അല്ലാണ്ടൊന്നും നടക്കില്ല. വേഗം പോവാം. ഗൈസ്, എൻ്റെ ട്രിക്ക് എന്ന് വെച്ചാൽ പോകുമ്പോഴത്തോട്ട് കണ്ട ആളിൽ കൂടി നമ്മൾ സ്പൈഡറിനെ അങ്ങോട്ട് പോകും. അതാണ് എൻ്റെ ഐഡിയ. കാരണം കറങ്ങിപ്പോണെന്ന് വെച്ചാൽ ഗ്രാനി മുമ്പിൽ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നു. മയക്കുമരുന്നിൻ്റെ പേടി ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി പോയി എടുത്ത ഗ്രാനി എന്തായാലും അത് വേണ്ട അതായാലും മതിയായിരുന്നു. അതാണ് കുഴപ്പമില്ല. ഇപ്പം എന്തായാലും ഇവിടെ ഇപ്പോൾ കട്ടിംഗ് പ്ലെയറുണ്ട്, വീൽ ക്രാങ്ക് കൊണ്ട് ഇതിനൊക്കെ ആവശ്യമുണ്ടാവും. നമുക്കപ്പോൾ നോക്കാം. സ്പൈഡർ വീണ്ടും പോകുന്നുണ്ട്. സ്പൈഡർ ഇപ്പോൾ എങ്ങോട്ടാണ് പോണത്? പറന്നു പോണ്. സ്പൈഡറിനെ കൊണ്ട് വേഗം പോകും. പണ്ടാറ് സാധനം ഓടിപ്പോണ്ട്. ഈ സാധനം നമുക്ക് അവിടെയാണ് ആവശ്യം വേണ്ടത്. ഞാൻ ഇന്നുമ്പോൾ ഗെയിം കളിച്ചപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായി ഈ സ്ഥലം. ആ സ്ഥലം മാറിയെന്നുണ്ടായി. പക്ഷേ തോക്കിൻ്റെ സ്ഥലം മാറിയിരുന്നു വെച്ചാൽ തോക്കിനിക്ക് വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയ തോക്കിനത് മാറിയെന്ന് വെച്ച് ഒരു കാര്യം നമുക്ക് അതുകൊണ്ട് വെക്കാം അവിടെ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കാം. ഗൈസ്, എൻ്റെ ഇതെന്ന് വെച്ചാൽ ഞാൻ കളിക്കണ ഇതിൽ മറ്റേ ലിഫ്റ്റ് വർക്ക് ചെയ്യണില്ല. ഞാൻ നോക്കിയിട്ട് ലിഫ്റ്റ് വർക്ക് ചെയ്യണില്ല. പിന്നെ കാറിൻ്റെ ഡിക്കി ഓപ്പൺ ആവണില്ല. അപ്പോൾ നിങ്ങൾ ഇത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ നോക്കണം. ഞാൻ പക്ഷേ എൻ്റെ കൂട്ടുകാരനായിട്ട് കളിച്ചപ്പോൾ അവൻ്റെ ലിഫ്റ്റ് വർക്കായി. പിന്നെ മറ്റേ എന്തായിരുന്നു കാറിൻ്റെ മറ്റേ ബാക്കിൽ അതില്ലേ അത് അവൻ്റെ ഓപ്പണായി. പക്ഷേ ഞാൻ നിൽക്കിയിട്ട് ഓപ്പൺ ആവില്ല. എന്താണെന്ന് നിങ്ങൾ നോക്കണോട്ടെ ഗൈസ്. എന്തെങ്കിലും ബഗ്ഗാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറഞ്ഞാലോട്ട്. എനിക്കത് അറിയാത്തതുകൊണ്ടാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ
അത് പോണ വഴിയാണ് ചെയിൻ കട്ടർ. അത് ആവശ്യമുണ്ട് നമുക്ക്. അതെടുത്തിട്ട് നമുക്ക് ആ പോകേണ്ട ഡോറില്ലേ, അത് നമുക്കൊരു ഹെഞ്ച്, അതുകൊണ്ട് നമുക്ക് മുറിക്കാം. അവിടെ ഒരു ചെയിൻ ഉണ്ട്, അവിടെ പോകേണ്ട ഡോറിൻ്റെ അവിടെ ചെയിൻ ഉണ്ട്. അപ്പോൾ ആ ചെയിൻ നമുക്ക് മുറിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് അങ്ങനെ. അയ്യോ അവിടെ സ്പൈഡർ മിക്കവാറും വരും ഇവിടെ കൂടി. അതിന് സ്പൈഡർ ദൈവമായി പണ്ടാരം പിടിക്കുക. ഇത് തന്നെ ആ ചെയിൻ നമുക്ക് മുറിക്കാം ആദ്യം. മുറിച്ചിട്ടുണ്ട്. ഒരു ചെയിൻ കട്ടർ ഇട്ടേക്കാം. അതിന് വുഡൻ സ്റ്റിക്ക് വേണം. വുഡൻ സ്റ്റിക്ക് എവിടെയെന്ന് വെച്ചാൽ, വുഡൻ സ്റ്റിക്ക് എനിക്ക് ഒന്ന് സേഫ് കീ കിട്ടണം. നമുക്ക് സേഫ് കീനുള്ളിലേക്ക് വുഡൻ സ്റ്റിക്ക് ഉണ്ടാവേണ്ടത്. അപ്പം നമുക്ക് സേഫ് കീ കിട്ടണം. നോക്കാം ഗൈസ്. ലിഫ്റ്റ് വർക്ക് ചെയ്യാൻ നോക്കട്ടെ ഒന്നും കൂടി. ലിഫ്റ്റ് വെക്കണ്ട, എനിക്ക് കൈ കാണിക്കണുണ്ട്, പക്ഷേ നിൽക്കിയിട്ട് ലിഫ്റ്റ് വർക്കാണല്ലോ. അത് നിൽക്കിയിട്ട് വർക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ട്, അതെനിക്കറിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ വേഗം പോകാം. ഗൈസ് അപ്പം അതെ ഇവിടെ കൊണ്ടിടാം. എന്നിട്ട് നമുക്ക് ഇനി ആവശ്യമുള്ളതെന്ന് വെച്ചാൽ, ഇനി എന്താണ് നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ, നമുക്ക് നൈസോടെ ഇറങ്ങാം. എന്നിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ടുവരാം. കാരണം സ്ക്രൂ ഡ്രൈവർ ആവശ്യമുണ്ട്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ടുവരാം. ഈ സാധനം മറിച്ചിട്ടല്ലേ ഗൈസ്, അല്ലെങ്കിൽ വേണ്ടല്ലേ. ഗ്രാനി സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ടുവന്നാൽ അവിടെ ആ ഡോറിൻ്റെ അവിടെ വേറൊരു സാധനം ഉണ്ടാവും, നമുക്ക് തുറക്കണം. അയ്യോ മറിഞ്ഞു, ദൈവമേ മറിഞ്ഞത് മറിഞ്ഞുകൊണ്ട് ഗ്രാനി പറന്നെത്തൂല. ചെറിയ ശബ്ദം കേട്ടാൽ മതി, ഗ്രാനി പറന്നെത്ര സാധനമാണ്. ഇനി വുഡൻ സ്റ്റിക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് റസ് പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. റസ് പാഡ്ലോക്ക് നമുക്ക് കിട്ടി. ചെയിൻ നമ്മൾ മുറിച്ച്. നമുക്കിനി ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ വുഡൻ സ്റ്റിക്കാണ്. വുഡൻ സ്റ്റിക്ക് ഇവിടെ കിടപ്പുണ്ടെന്ന് വെച്ചാൽ, വുഡൻ സ്റ്റിക്ക് ഇവിടെ കിടപ്പില്ല. അത് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ ഫ്രീസ് ചെയ്യാൻ ട്രാപ്പുണ്ട്. പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്കള്ള്, ഒരു പട്ടിണി ഇട്ടാതെ ചത്ത ഒരു മനുഷ്യൻ്റെ സ്കള്ള് ഇവിടെ ഇരിപ്പുണ്ട്. വേറെ ഒന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം തന്നെ സ്ക്രൂ ഡ്രൈവർ എടുക്കണം. സ്ക്രൂ ഡ്രൈവറാണ് ആവശ്യമുണ്ട് നല്ല രീതി തന്നെ. അയ്യോ ദൈവമേ ഗ്രാനി ഓടിക്കോ ഒളിച്ചിരിക്കാം, അതാണ് നല്ലത്. ഓടണ്ട, ഗ്രാനി പറന്നെത്തും. എന്തായാലും ഗ്രാനി പറന്നെത്തും. അത്രയ്ക്ക് ഇതാണ് സീനാണ് ഗ്രാനി. ഗ്രാനി പറന്നെത്തും. നമുക്കൊന്ന് നോക്കാം വെറുതെ. കാരണം ഗ്രാനി ഇനി മുമ്പിൽ കൂടെ ഓടി കൂടി വരണം. അപ്പം ഞാൻ വല്ല എഴുന്നിലേക്ക് ഞാൻ ചത്ത്. അതുകൊണ്ടാണ് സ്പീഡിയായിട്ട് ഞാൻ കളിക്കണം. അതുകൊണ്ടാണ് ഗ്രാനി ഇല്ലെന്ന് തോന്നുന്നത്. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് സ്ക്രൂ ഡ്രൈവറിന് ആവശ്യമുണ്ട്. വേഗം പോകും. സ്ക്രൂ ഡ്രൈവർ വേണ്ടല്ലോ. വേറെ കാര്യം ചെയ്യണം ഗൈസ്. വേറൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമുക്കില്ലേ സ്ക്രൂ ഡ്രൈവറാണ് നമ്മൾ ആവശ്യം. സ്ക്രൂ ഡ്രൈവർ എടുക്കണോ നിങ്ങൾ പറ. സ്ക്രൂ ഡ്രൈവർ ഗ്രാനിനെ കാര്യം ചെയ്യാം. ഗ്രാനിനെ വട്ടം കറക്കിയിട്ട് സ്ക്രൂ ഡ്രൈവർ. ഗ്രാനി കാണല്ലേ ഇവിടെ. നമ്മൾ വിളിച്ചിരുന്നാലും ഗ്രാനി കാണും. അതാണ് ഗ്രാനിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ. ഗ്രാനി നമ്മളെ കാണും. നമുക്കില്ലേ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് വേഗം പോവാം. ഒന്നും നോക്കണ്ട. ഗ്രാനി മിക്കവാറും വരും ഗൈസ് ഈ വഴി. വരില്ല. ഗ്രാനി വരൂല. പിന്നെ ഞാനൊരു സേഫ്റ്റി കുളിച്ച് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിലേ ചിലപ്പോൾ നമ്മൾ കുറച്ച് ബെഗിലേക്ക് പിടിച്ച് കളിച്ചില്ലേ, ചിലപ്പോൾ നമ്മൾ തോക്കും. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് കളിക്കാം. നമുക്കിനി സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. കാരണം സേഫ്റ്റീൻ്റെ ഉള്ളിലേക്ക് വുഡൻ സ്റ്റിക്ക് ഉണ്ടാവുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്രാനി മഞ്ഞൊന്നുമില്ല. നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കാം. റസ് പാഡിലൊക്കെ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. ബേ ട്രാപ്പ് പണ്ടാറ് സാധനം കൂടി ഇട്ടേക്കണം അവിടെ. അത് വീണ പിന്നെ ഗ്രാനി പറന്നെത്തും. സ്ക്രൂ ഡ്രൈവർ എടുക്കാം. എടുക്ക് ഒരു മിനിറ്റ് ഗൈസ്. നമുക്ക് പൊക്കത്തൊരു സംഭവം നോക്കാണ്ട്. ഗ്രാനീനെ ആദ്യം കൊല്ലണോ? ഗ്രാനീനെ കൊല്ലാല്ലേ. അയ്യോ വേറെ ട്രാപ്പ്. ഗ്രാനി എന്തായാലും ഇപ്പോൾ എത്തും. വേഗം നമുക്കിപ്പോൾ ഗ്രാനി ചെയ്യാം. ആദ്യം ഗ്രാനീനെ കൊല്ലാം. അതായത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുത്ത് നമുക്ക് സ്പൈഡർ കീൻ്റെ അങ്ങോട്ട് പോവാം. ഞാനിത് ഈ സാധനം കുറേ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നും കൂടെ എടുക്കുക. ഗ്രാനി എന്തായാലും ഇവിടെ വരും. വേഗം അടിച്ചങ്ങ് അണ്ണാക്കി കൊടുത്തേക്കാം എൻ്റെ. അപ്പോഴത്തെ ഗ്രാനി വേർ ആർ യു ഗ്രാനി. അത്രേ ഉള്ളൂ. ഗ്രാനി അത്ത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, സ്ക്രൂ ഡ്രൈവർ എടുക്കാം. നമുക്ക് നേരെ പോവാം. സ്ക്രൂ ഡ്രൈവർ ഒരു മിനിറ്റ്. പക്ഷേ സ്ക്രൂ ഡ്രൈവർ എടുത്തില്ല. ഒരു മിനിറ്റ്. നമുക്ക് ഒരാവശ്യമുണ്ട് ഗൈസ്. ഒന്നും തോന്നല്ലേ. ഗണ്ണ് വേണം നമുക്ക്. ഗണ്ണിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, കാരണം നമ്മൾ ഒരു സ്ഥലവും വിട്ട് കളയരുത്. നമ്മൾ സ്ഥലത്ത് പോയപ്പോൾ ആ ഗണ്ണുണ്ടെങ്കിൽ ഓപ്പൺ ആവുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലവും ചെക്ക് ചെയ്യണം. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലവും ചെക്ക് ചെയ്തിട്ട് നമുക്ക് സ്പൈഡർ അങ്ങോട്ട് പോയി. കാരണം സ്പൈഡറിന് അങ്ങോട്ട് പോയാൽ നമുക്ക് പിന്നെ കുറച്ച് പാടാണ് നമ്മൾ അവിടെ നിന്ന് വരാനൊക്കെ. എനിക്ക് വഴിയെന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ സ്ഥലത്തൊരു ഡോർ പൊളിച്ചിട്ട് നമുക്ക് അതിലുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. മിക്കവാറും എനിക്ക് തോന്നുന്നത് സ്കള്ളായിരിക്കും. കാരണം ആ സ്കള്ള് ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഗ്രാനീനെ ഇതായിട്ട് തോന്നി, വുഡൻ സ്റ്റിക്ക് പോലെ തോന്നി. അതുകൊണ്ടാണ് വുഡൻ സ്റ്റിക്ക് അയക്കും മിക്കവാറും. വുഡൻ സ്റ്റിക്ക് അയക്കില്ല. അപ്പോൾ കോഗ്വീലുണ്ട്, ഫ്രീ സ്ട്രാപ്പുണ്ട്, പിന്നെ അവിടെ ഒരു സ്കള്ളുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ എനിക്ക് തോന്നി വുഡൻ സ്റ്റിക്ക് പോലെ. വുഡൻ സ്റ്റിക്ക് എന്നല്ല എനിക്ക്. ഞാൻ സൈഡിൽ കൂടി നോക്കിയപ്പോഴേ ഒരു വടി കഷ്ണം പോലെ തോന്നി. പക്ഷേ അത് വുഡൻ സ്റ്റിക്ക് ആയിരുന്നു. ഫ്രീ ഈ ക്രാപ്പില്ലേ, ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ഡോറിനെ അവിടെ കൊണ്ടിടാം. അപ്പോൾ ഗ്രാനുവൽ എഴുന്നേറ്റ് തന്നെ എനിക്ക് ഇത് നല്ല പവർഫുൾ സാധനം. പക്ഷേ ഒറോഷ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 150 സെക്കൻഡ് ഗ്രാനി അവിടെ ഫ്രീസ് ആയിട്ട് ഇരുന്നുള്ളൂ. അത് നല്ല കാര്യം. നമുക്കിതാ അവിടെ ഇവിടെ ഇടാം കറക്റ്റായിട്ട് ഇടാം. വീട് അത്രേ ഉള്ളൂ. സെറ്റ്. ഇനി സ്ക്രൂ ഡ്രൈവർ എടുക്കാം. അത്രേ ഉള്ളൂ. സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇനി നമുക്ക് സ്പൈഡറിനെ അങ്ങോട്ട് പോവാം. നമ്മ ചാടി
ഡേ 3 ആണ് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം. അതാണ് ഞാൻ ശ്രദ്ധിച്ച് കളിക്കുന്നത്. കാരണം ഡേ 4 പിന്നെ ചോരക്കറി അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഡേ 3 തന്നെ രക്ഷപ്പെടാൻ നോക്കാം. കുനിഞ്ഞോ ചാടിക്കോ എന്നാലും ഇപ്പോൾ ചാടാൻ പറ്റില്ല. ഹാങ് അടിച്ചാൽ സെറ്റ്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഡോറിനവിടെ പോയിട്ട് തുറക്കണ്ടാവും. അപ്പോൾ സേഫ് കീ കിട്ടുമായിരിക്കും മിക്കവാറും. സേഫ് കീ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി 2 കളിയും. അപ്പോൾ നമുക്ക് ആ സേഫ് കീ നമുക്ക് ആ സേഫ് കീ പറഞ്ഞാൽ ചിലപ്പോൾ വുഡൻ സ്റ്റിക്ക് കിട്ടും. അപ്പോൾ വിളിക്കാൻ നമുക്ക് സ്പൈഡർ ഒറ്റ ഉണ്ടോ എനിക്ക് ദേശത്തെ വഴി അറിയാൻ പാടില്ല. ഓടിക്കോ അതിനെ രാമാ അതിനെ അത് ഓർക്കാം. ഇവിടെ സേഫ് കീ കിട്ടും മിക്കവാറും. പോ സേഫ് കീ അത്രയുള്ളൂ. സേഫ് കിട്ടി എനിക്കറിയാം, നമ്മുടെ സീനാണെന്നറിയാലോ. അതിന് സേഫ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ പോയിട്ട് സേഫ് കീ തുറക്കാം. വുഡൻ സ്റ്റിക്ക് കിട്ടുമായിരിക്കും നോക്കാം. വുഡൻ സ്റ്റിക്കാണ് കിട്ടിയത് 2 കളിയിലും. അപ്പോൾ വുഡൻ സ്റ്റിക്ക് കിട്ടുമോ നോക്കാം. അപ്പോൾ ഓക്കെ വേഗം പോ. നമ്മൾ നേരത്തെ കാറിനെ അങ്ങോട്ട് കയറുന്ന സ്ഥലം പൊളിച്ചുകൊണ്ട് സീൻ ഉണ്ടാവില്ല. പിന്നെ ഗ്രാനി ഇപ്പം എഴുന്നേറ്റിട്ടുണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് തുറന്നിട്ടുണ്ട്. വുഡൻ സ്റ്റിക്ക് കിട്ടി. വുഡൻ സ്റ്റിക്ക് ഗ്രാനി ഇല്ല പൊക്കോ. അയ്യോ ഇവിടെ പോയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ചാടാനൊന്നും പറ്റില്ല. മണ്ടത്തരം കാണിച്ച്. അല്ല ഗ്രാനി വരും ഗൈസ്. കാരണം സേഫ് കീ ഡ്രോപ്പ് ചെയ്തോണ്ട് ചിലപ്പോൾ ഗ്രാനി വരാനുള്ള ചെറിയൊരു സാധ്യത ഉണ്ട്. അന്നാലും സീനില്ല ഗ്രാനി വരാനൊന്നും പോലുള്ള. അതായത് നമ്മൾ കുറച്ച് സേഫ്റ്റി ആയിട്ട് സീനായിട്ട് കളിക്കോളൂ. ഗ്രാനി വന്നൊന്നുമില്ല. എനിക്ക് കാർ എസ്കേപ്പ് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് കാർ എസ്കേപ്പ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ്. കാർ എസ്കേപ്പ് ആണെങ്കിൽ വലിയ സീനൊന്നുമില്ല. കാറിൻ്റെ കുറച്ച് പാർട്സ് എടുക്കാം. മറ്റേ സേഫ്റ്റി ഫ്യൂസ്, പിന്നെ ബാറ്ററി, പിന്നെ എൻജിൻ പാർട്ടാ, പിന്നെ കാർ കീ, പാഡ്ലോക്ക്, പിന്നെന്താണ്, പിന്നെ വേറെ എന്തെങ്കിലും വേണോ? വേറെ ഒന്നും വേണമെന്നില്ല, അത്രയും മതി. നമുക്കിവിടെ ഓൾറെഡി ഡോർ എസ്കേപ്പ് ചെയ്യാം. ഇനി നമുക്ക് കൊണ്ടുപോയിട്ട് ആ ഡോറിനവിടെ കൊണ്ടുപോയി വുഡൻ സ്റ്റിക്ക് വെക്കാം. വുഡൻ സ്റ്റിക്കില്ലേ അത് നമുക്ക് ഡോറിനവിടെ കൊണ്ടുപോയി വെക്കാം. കുനിഞ്ഞോ ഗോ. ഓഫ് ചാർജ് ഇല്ല ഫോണിൽ, 10% കൂടി ഉള്ളു. സ്പൈഡർ പണ്ടാര സാധനം. ഈ സാധനത്തെ വേറെ പണിയൊന്നുമില്ല. വേഗം പോകുന്നു, സമയം കളയല്ലേ. എൻ്റെ പ്രേക്ഷകരിരുന്ന് കാണണായിരുന്നു ഈ സ്പൈഡറാണ്. എനിക്കൊരു സംശയമുണ്ട്, നമുക്ക് ഈ തോക്ക് വെച്ചില്ലേ ഈ സ്പൈഡറിനെ കൊല്ലാൻ പറ്റുമോ? പക്ഷേ ഇല്ലേ ഞങ്ങളുടെ വീഡിയോസിലൊക്കെ ഇല്ലേ ഈ ആ മീറ്റ് കൊടുത്ത് സ്പൈഡറിനെ വശത്തിലാക്കി, എന്നിട്ട് പിന്നെ വിഷം ഒഴിച്ചിട്ടാണ് സ്പൈഡറിനെ കൊല്ലണത്. പക്ഷേ വിഷമൊന്നും ഈ ഗെയിമിൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സ്പൈഡർ ഏതോ വഴി സ്പൈഡർ ലെഫ്റ്റിൽ കൂടെ പോയേക്കണം. ലെഫ്റ്റിൽ കൂടിയാണ് സ്പൈഡർ പോയേക്കണം. നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് റൈറ്റിൽ പോകാം. സ്പൈഡർ ലെഫ്റ്റിൽ പോയി ചാടിക്കോ. കുഞ്ഞോ. ഇനി നമുക്ക് ഇതുകൊണ്ട് വെക്കാം. സെറ്റ്. ഇനി നമുക്കൊരാവശ്യമുള്ള റസ്റ്റി പാഡ്ലോക്ക്. റസ്റ്റിക്ക് ഉണ്ട്. റസ്റ്റിക്ക് എവിടെയെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സ്പൈഡറിനെ അവിടെ പോയപ്പോൾ ഞാനൊരു സാധനം സ്പൈഡർ എടുക്കുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയിട്ട് റസ്റ്റിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വിട്ട് റസ്റ്റിക്ക് അങ്ങ് എടുക്കാം. റസ്റ്റിക്ക് അവിടെ ഇരിപ്പുണ്ടാവും. റസ്റ്റിക്ക് എടുത്ത് നമുക്ക് നേരെ എസ്കേപ്പ് ചെയ്യാം. നിങ്ങളുടെ സമയം ഒന്നും ഞാൻ കളയണില്ല. വേഗം തന്നെ നമുക്ക് എല്ലാം വേഗം ചെയ്യാം. ഗ്രാനി ഇപ്പോൾ എന്തായാലും ശബ്ദം കേട്ടോണ്ട് ഗ്രാനി എന്തായാലും വരും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഗ്രാനി പൊക്കത്തോട്ട് വരില്ല. കാരണം ഞാൻ ഫ്രീ സ്ട്രാപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ ഗ്രാനി എന്തായാലും ഒരു 150 സെക്കൻഡ് ചത്തോളും. അവിടെ സീനൊന്നുമില്ല. അവിടെ എനിക്ക് പേടിയില്ല. പക്ഷേ എനിക്ക് സ്പൈഡറിനെ വേണ്ടി സ്പൈഡർ ഏത് വഴിയും വരാൻ പറ്റും. ഒരു കുഞ്ഞ് സാധനമാണെങ്കിലും ഇല്ലേ അടിച്ചുറക്കി തരും നമ്മളെ. റസ്റ്റിക്ക് വേണം ഇവിടെ. റസ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് വീണില്ലെങ്കിലോ കൊന്നാലാ കേസ് നമുക്ക്. ഗ്രാനി വീണ്. ഞാൻ പറഞ്ഞില്ലേ 120 സെക്കൻഡ് ആ ഫ്രീ സ്റ്റാപ്പ് വീടുന്ന്. ഭാഗ്യം ദൈവം മിനിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം റസ്റ്റി ബാഡിലേക്ക് എടുത്ത് നേരെ സ്പൈഡറിനെ അങ്ങോട്ട് പോയി തുറന്ന് നമുക്ക് നേരെ രക്ഷപ്പെടാം. നേരെ രക്ഷപ്പെടാം. ഒന്നും നോക്കണ്ട. സ്പൈഡർക്ക് തന്നെ അങ്ങോട്ട് പോവാം. സ്പൈഡർ മാത്രമേ ഉള്ളൂ. ഈ ഫ്രഞ്ചൊക്കെയാണ് കാറിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കണത്. നമ്മൾ എന്തായാലും കാർ എസ്കേപ്പ് ചെയ്യണമല്ലോ. നമ്മൾ ഡോർ ഈ അണ്ടർഗ്രൗണ്ട് ഡോർ കൂടെ നമ്മൾ പോകുന്നത്. ഈ സാധനം കൂടി ഫിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കളി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്കിത് നേരെ ഒന്നും നോക്കണ്ട. സ്പൈഡർ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഒന്ന് നിൽക്കണം, കാരണം സ്പൈഡർ വല്ലതും വന്ന പണി പാടും. പിന്നെ നമുക്ക് 2 ദിവസം കൂടി സമയമുണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ ഡോർ തുറക്കണേ ഗൈസ്. അങ്ങനെ കളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവരോടും വളരെയധികം താങ്ക് യു. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കുറേ ഇടാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം എനിക്ക് വേണം. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത്ര നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓഫ് ഗൈസ് നോക്കി ഗ്രാനി സ്പൈഡറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തായാലും എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു നല്ലൊരു വീഡിയോ ഇതിന് മേളിൽ നല്ലൊരു വീഡിയോ ഒക്കെ കളിച്ച് നല്ലോണം നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടെങ്കിൽ ഇതിന് നല്ല വീഡിയോസ് കാണിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്ക് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.